ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ ഒരു യാത്രയായിരുന്നു കൈലാസഗിരിയിലേക്കുള്ള യാത്ര. ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഓഫ് റോഡും ട്രക്കിങ്ങും എല്ലാം കൊണ്ട് ഒരു വ്യത്യസ്ത അനുഭവമാണ് കൈലാസഗിരിയിൽ കാത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ കൈലാസഗിരി യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ ഒപ്പം പ്രണവമുണ്ട്. ഇറ്റ്സ് മീ ആദിത്യൻ ജെ. വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. വീട്ടിൽ നിന്നും ഏകദേശം 90 കിലോമീറ്ററാണ് കൈലാസഗിരിയിലേക്കുള്ള ദൂരം. റാന്നി എരുമേലി വഴി വളഞ്ഞങ്ങാനം എത്തിയപ്പോഴത്തേക്കും ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവായിരുന്നു. കാഴ്ചകളെല്ലാം കണ്ട് യാത്ര പിന്നെയും ആരംഭിച്ചു. കുട്ടിക്കാനത്ത് നിന്നും ഡീവിയേറ്റ് ചെയ്ത് പ്ലെന്മര റോഡിലൂടെയാണ് ഇനിയുള്ള യാത്ര. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന ഫീലാണ് ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇരുവശങ്ങളിലെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇനിയുള്ള യാത്ര കൊടുവക്കരയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാനത്ത് നിന്ന് ഡീവിയേഷൻ എടുത്ത് കൊടുവക്കര അല്ലേ? അതെ, കൊടുവക്കര. കൊടുവക്കര എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കൈലാസഗിരിയിലുള്ള ഡീവിയേഷൻ കാണാം, തൃശ്ശൂലമൊക്കെ വെച്ച്. ഇവിടെ ഒരു പുള്ളിയാണ്, ആ ആൾ പറയുന്നത് ഈ അങ്ങ് കാണുന്ന മലയില്ലേ, ഇതാണ് കൈലാസഗിരി എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു അയ്യനാർ ടെമ്പിളുണ്ട്. ഈ തമിഴ് സ്റ്റൈലില്ലേ, തമിഴ് സ്റ്റൈൽ അമ്പലമാണ് ഇത്. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് ഈ വഴി നേരെ ചെല്ലണം. കുറച്ച് ഓഫ് റോഡ് ഉണ്ടെന്നാണ് കേട്ടത്, പോയി നോക്കാം. ഡീവിയേഷൻ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ റൈറ്റ് ലെഫ്റ്റും പോകാം. ഇതിൽ റൈറ്റിലുള്ള ഈ താഴോട്ടുള്ള വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ തമിഴിലൊരു ബോർഡൊക്കെ വെച്ച് കൈലാസഗിരിയിൽ അവിടെ അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഒരു കാണിക്കുകയും ചെയ്യാം. തൊട്ടിപ്പുറത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വഴി ഇവിടെ വെച്ച് അവസാനിച്ചിട്ട് ടാറിട്ട വഴി ഇനി തൊട്ട് ഓഫ് റോഡ് തുടങ്ങുക. അപ്പോൾ ഈ മണ്ണിട്ട വഴി കൂടെ വേണം പോവാൻ. പോയി നോക്കാം, ഇച്ചിരി ദൂരം ഉണ്ട്. ഞങ്ങൾ ദൂരെ കണ്ടോ, ആ വഴിയെല്ലാം നമ്മളിനി കയറി പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ വന്ന ഓഫ് റോഡെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. അങ്ങോട്ടൊരു വഴി കാണാം, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പബ്ലിക്കെന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അങ്ങോട്ട് അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാണുന്ന വഴി ആയിരിക്കണം. അവസാനം ഏതെങ്കിലും മലയിൽ ചെല്ലും, നോക്കാം, കയറി നോക്കട്ടെ. ഇപ്പം ഞങ്ങൾ എവിടെ വന്നേന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടുത്തെ ഈ പൂ കണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പറായിട്ട് ഇപ്പുണ്ട്, ഫുള്ളുണ്ട് ഈ ഏരിയയിൽ കണ്ടോ, ഫുള്ളി നീല കളറിൽ അടിപൊളിയാണ് കാണാൻ. അപ്പം ഞങ്ങൾ ഈ വന്ന വഴി മൊത്തം കയറി മേളിൽ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഒരു ആൾക്കാർ ട്രക്ക് ചെയ്തവർ അടയാളം വെച്ചേക്കുക, ചെക്ക് പോയിൻ്റ് വെച്ചേക്കുക. നമ്മൾ ഇപ്പോൾ നേരെ കാണുമ്പോൾ അവിടെയും കണ്ടോ ഒരു പോയിൻ്റ് അവർ വെച്ചേക്കുന്നുണ്ടോ. അതെന്ന് പറയുന്നത് ദർശൻ കുന്നെന്ന് ഒരു സ്പോട്ടുണ്ട്, അതൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. അവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുക, സെറ്റ് സ്ഥലമാണ്. അപ്പോൾ അതാണ് അവിടെ കാണുന്നത്. നേരെ നമ്മൾ ഈ കുന്ന് കണ്ടോ, ഈ കുന്നിൻ്റെ മേളിലാണ് കൈലാസഗിരി. ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നേ, അപ്പുറത്ത് വേറൊരു വഴിയുണ്ടായിരുന്നു ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് ഒരാളുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വഴി വന്നാൽ ഞാൻ പെട്ടുപോയെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, ശരി, കൂടിയ ട്രക്കിംഗ് ആയി പോകുന്നേ ഉള്ളൂ.
ഗൈസ് ഇവിടെ ആരും ട്രക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ കാലിന് എന്തെങ്കിലും കുഴപ്പമുള്ളവർ വരരുത്. അതുപോലെ ഹൈറ്റാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഇത്ര ഹൈറ്റാ. ഇത് കയറി വരാൻ വരുന്നത് ഇത്ര ഉള്ളൊരു വഴി. ഇച്ചിരി ടാസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനി അത്രയും ദൂരം കൂടെ പോകണ്ട. തിരിച്ചിറക്കുമോ നമ്മള്? ഇത് കണ്ടു, കയറ്റം കണ്ടു, കുത്ത് കയറ്റവാ. ഇവിടെ വഴിയും തീർന്നു. ഇനി ഉള്ള വഴി കൂടെ വേണം കണ്ടുപിടിച്ചല്ലേ. ഇതിന് എവിടെ ചെല്ലുമോ ആവോ തമ്പുരാനറിയാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. എത്ര ഹൈറ്റിലായിരിക്കും നമ്മള്? അയ്യോ, എന്തായാലും എവിടെയൊക്കെ എത്തും. ഭൂമി വരേണ്ടതല്ലേ. ഡിസ്റ്റൻസ് കൂടുന്തോറും ഒരാൾ പൊക്കത്തി വരെ പോച്ചയാണല്ലോ ദൈവമേ. ആരൊക്കെയോ പോയ വഴിയുള്ളതുകൊണ്ട് ആ വഴി ഇങ്ങനെ നോക്കിപ്പോ. ഇതല്ല ശരിക്കുള്ള പോകാനുള്ള വഴി. അതെ, ഇത് പെട്ടുപോയത്. നമ്മളിപ്പോ കാട്ടിക്കൂടാ പോകുന്നത്. മാൻ വേഴ്സസ് വൈൽഡ് ആണല്ലോ ബ്രോ. ഞങ്ങളാണെങ്കിൽ എന്തായാലും പെട്ടു. എന്നാൽ കയറിയിട്ടേ പോകുന്നുള്ളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താഴേന്ന് കയറാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. എന്നിട്ടും ഇനി ആരും കയറിയിട്ടുണ്ടാകത്തില്ല ഒരിക്കലും ഈ വഴി കൂടെ ആരും കയറി. ഇത് താഴോട്ട് നോക്കി എത്രമാത്രം ഇത് ബുദ്ധിമുട്ട് കയറിയത്. ഇതുവഴി ഒന്നും കയറാൻ പറ്റത്തില്ല. കണ്ടോ, ഈ പുല്ലിനാണ്ട് ഇങ്ങനെ പിടിച്ചാണ് ഇതുവരെ വന്നത്. ഇനി ഇത്രയും കൂടെ കയറണം. താഴോട്ടുണ്ടോ ആ കുഴിയുണ്ടോ? അത്രയും കുഴി കയറി ഞങ്ങള്. ആ ഹൈറ്റില് നമ്മൾ കണ്ടതായിരുന്നു അല്ലേ. ഇതുകൊണ്ട് അവിടെ താഴെ ആ ഒരു പോയിന്റ് കാണാൻ പറ്റുന്ന അറിയത്തില്ല. ഇവിടാണ് ഇരുന്നത്. ഇവിടുന്ന് ഇപ്പൊ ഇവിടെ വരെ വന്നു. ഇവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടിയുള്ളൂ, ബാക്കി എല്ലാം കുത്തനെയായിരുന്നു. ഇവിടെ വന്ന് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയോ ഞങ്ങൾക്ക്. ഈ പുറകെ കാണുന്ന ഇത്രയും വലിയ കുന്ന് കണ്ടോ? ഇത് ഇത്ര ഞങ്ങൾ രണ്ടുപേരും കയറി വയ്യ ചത്ത് ഇങ്ങനെ. അതെ അതെ, മേളി വന്നു കഴിയുമ്പോൾ ഇങ്ങ് ദൂരേന്ന് കാണാം ഇവിടുത്തെ അമ്പലം. ഓ സമാധാനായി. എങ്ങനെയെങ്കിലും കയറണമെന്നുണ്ടായിരുന്നു. അയ്യോ, ഒരു 5 വട്ടം അടിച്ച് കയറണോ എന്ന്. അവസാനം കയറി. എങ്ങനെ കയറുമെന്നുള്ള ഈ കൊക്കയാ കയറി വന്നത്. എങ്ങനെ കയറിയെന്ന് കണ്ടോ? പേടിയല്ല. അയ്യോ, അത് കണ്ടോ അവിടെ ഇതുണ്ട്. ഈ ഹൈറ്റാ കയറി വന്നു. ഇത്ര ഹൈറ്റില്ല, അവിടെ അത്ര ഹൈറ്റ് കയറി. എന്തോ പൊന്നോ. ഈ മലയുടെ മേളിൽ ഫുൾ വ്യൂ ആ. നമ്മളാ അവിടെ കണ്ട ഏറ്റവും വലിയ മലയെന്ന് ഇവിടെ നിന്ന് ഒന്നുമല്ല. ഇവിടെ വന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ മഹാദേവൻ്റെ അമ്പലം. ഇവിടെ സാധാരണ നടക്കുന്നത് ശിവരാത്രി അന്നാണ് ഇവിടെ വിളക്കൊക്കെ കൊളുത്തുമെന്ന് പറയുന്നത് ആൾക്കാരെല്ലാം വന്ന്. അപ്പം ഇപ്പം പൂജയൊന്നുമില്ല, ആൾക്കാർ കാണിക്കൊക്കെ ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ വഴി കണ്ടോ, ഇതുണ്ട് ഇവിടെ പോയിന്റ് വെച്ചിരിക്കുന്നുണ്ടോ. ഈ വഴിയാണ് ശരിക്കും വരേണ്ടത്. ഞങ്ങളെ അവിടെ നിന്നൊരാൾ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പെട്ടുപോയത്. അവിടെ ഈ ശൂലം വെച്ചിട്ട് ഇങ്ങനെ ആ വഴി പോയിന്റ് ചെയ്യുന്നുണ്ട് താഴോട്ട്. അപ്പോൾ ആ വഴി ഇറങ്ങിപ്പോയാലോ? അതെ, പക്ഷേ അതൊരു പ്രശ്നമുണ്ട്. ഇപ്പം കണ്ട വഴിയില്ലേ, അത് ഭയങ്കര ദൂരമാണ്. ഞങ്ങൾ വണ്ടി വെച്ചേക്കുന്നത് അങ്ങ. അവിടുന്ന് ഇങ്ങ് വരെ എങ്ങനെ വരുമെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി പ്ലാൻ ചെയ്യണം. തിരിച്ചിറങ്ങി പോകണം എങ്ങനെയായാലും ഒരു മണിക്കൂർ മേളിലെടുക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ഡ്രോൺ വ്യൂ ഒക്കെ എടുത്ത് എന്തായാലും കയറി വന്നേ. ഡ്രോൺ വ്യൂ ഒക്കെ എടുത്ത് അടിപൊളി കാണിച്ചു തരാം. കേരളത്തിലെ കൈലാസം എന്നറിയപ്പെടുന്ന കൈലാസഗിരി. നാലായിരത്തി 500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉമാമഹേശ്വര ക്ഷേത്രം, അതാണ് കൈലാസഗിരിയുടെ പ്രത്യേകത. ഇവിടെ നിന്നും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ അകലെയുള്ള ഏലപ്പാറ ടൗണും പാമ്പനാറും എല്ലാം കാണാൻ സാധിക്കും. അത്രയും ഉയരത്തിലാണ് കൈലാസഗിരി സ്ഥിതി ചെയ്യുന്നത്.
ഇതുകൊണ്ട് ഇത്രയും നല്ല ഒന്നാന്തരം വഴി ഇവിടെ കിടന്നിട്ടാണ് ഞങ്ങളുടെ കൂടെ ഈ ഉള്ള മല മൊത്തം പിടിച്ച് വലിഞ്ഞ് കയറിയത്. കാരണം ആ എന്റെ പേര് പറഞ്ഞേക്കല്ലേ, ദേ അവിടെ നിന്നൊരു പുള്ളിക്കാരി പറഞ്ഞു ഞങ്ങൾ ഈ കളിക്കാത്തില്ലേ. അവിടെ ആ 2 വഴി തെറ്റിയാ വന്നേക്കുന്നത്. ഇങ്ങനെ വരണ്ടേനെ ഈ വഴി ഇങ്ങനെ കയറി വന്നു നമ്മള്. അപ്പൊ നമ്മൾ ഓർത്തു ഈ വഴി തന്നെ അങ്ങ് പോവാന്ന്. ഇതാകുമ്പോ പെട്ടെന്ന് അങ്ങ് ചെല്ലും. അതുണ്ടോ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെറുതായിട്ട് നടക്കണം. ആ റോഡിനോട് നമ്മൾ ചെല്ലും. എന്നിട്ട് നമുക്ക് തിരിച്ച് ഈ വഴി ഈ മല ഇങ്ങനെ ചുറ്റണം. വണ്ടിയുടെ അവിടം വരെ. അതെ, മഴക്കോളും വരുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് ഇറങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര സ്ലിപ്പറി ആവും. അപ്പോൾ ഞങ്ങൾ താഴെക്കുള്ള ഒരു പെട്ടെന്ന് വരുന്ന വഴി, പെട്ടെന്നല്ല നല്ല കുത്തിറക്കുക, അത് ഇറങ്ങി ഇപ്പോൾ റോഡിൽ വന്ന്. ഈ റോഡൊന്നും അല്ല നമ്മുടെ. അതെ, ഞങ്ങൾ വണ്ടി വെച്ചേക്കുന്ന ഈ റോഡ് ചെന്നൊരു ജംഗ്ഷനിൽ ചെന്നിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ നടക്കണം ഇനി 2 കിലോമീറ്റർ എങ്ങാനുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നു വേറൊരു. അതെ, ഇന്ന് മലയോട് മലയാ. അപ്പൊ ഇവിടെ എവിടുന്നേലും കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പ്ലാൻ. ഇവിടെ കടയില്ല, ഒന്നുമില്ല. ഇപ്പൊ സമയം 4 മണിയാകാറായി. ഇനി ചെന്നിട്ട് വേണം വെള്ളമോ കഴിക്കാനോ ചെയ്യാൻ. എൻ്റെ ആ കാണുന്ന വഴി കണ്ടോ, ആ വഴിയാണ് നമ്മൾ ഈ വഴി ഇവിടുന്ന് കൊണ്ട് ഈ മല ഇങ്ങനെ ചുറ്റി ഉണ്ടോ എവിടെ ചെല്ലണം. അയ്യോ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നേ. എന്ത് ചെയ്യണം? ഒറ്റ മൈൻഡ് കിട്ടോ. അപ്പൊ ഞങ്ങള് ദേ അടുത്ത മല ഇറങ്ങുക. മുമ്പേ മല കയറാൻ വഴി കണ്ടുപിടിച്ചു, ഇപ്പം മല ഇറങ്ങാനും അടുത്ത വഴി. ആ ഇതെനിക്ക് തോന്നുന്നു മറ്റേ അപ്പുറത്തെ ടീ എസ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടിയുള്ള എന്തോ ഷോർട്ട് കട്ട്. താഴെപ്പോയാലേ എന്തുവാടാ, വഴി തീർന്നോ? ആയിട്ടുണ്ടോ? എന്തി ശരിയാ, പറമ്പിൽ കയറുന്ന നീ അടിക്കുവോ? ഈ മലക്കകത്തൊക്കെ ആര് ഈ സമയത്ത് വന്നിരിക്കാനാണ്? ഗതി കെട്ടവൻ ഇവിടെ ചെന്നാലും വഴി കണ്ടുപിടിച്ച് പോയാൽ ഇത്രയും 4 കിലോമീറ്റർ ഇറങ്ങാൻ വയ്യടാ. അപ്പൊ നമ്മൾ ആ മല മൊത്തം ഇറങ്ങി. ഈ ലൈൻ കമ്പി അല്ല, അതേണ്ട ആ ലൈൻ കമ്പി ഉണ്ടോ, ആ ലൈൻ കമ്പിയുടെ ഹൈറ്റിലായിരുന്നു ഈ കുന്നിറങ്ങിയത്. അയ്യോ, ഇന്ന് മൊത്തം അഡ്വഞ്ചറിന്റെ മേടി അഡ്വഞ്ചർ. നമ്മുടെ കമ്പം കുത്തി. അതെ, ഒരു കമ്പ് എടുത്തിട്ടാ വന്നേ. ആ കമ്പ് അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നടക്കണം. ഇനി ഇവിടുന്ന് ഒരു ടൗൺ എത്തണമെങ്കിൽ വേണം. ഗായ്സ്, ഫൈനലി ഞങ്ങൾ വണ്ടി കണ്ടുപിടിച്ചു. അയ്യോ വയ്യ, എല്ലാ വഴിയും താണ്ടി ഇവിടെ ആ മലയിൽ പോണ് ഞങ്ങൾ. ആ മലയിൽ പോയിട്ട് പിന്നെ കയറി അങ്ങോട്ട്. എന്നാ ഒരു ഇതായിരുന്നു. അയ്യോ വട്ട്, ആരില്ലെന്നാണ്ട് ഈ വഴി കയറി പോയി. ജീവിതത്തിലും വരുവാണ്ട് ഈ വഴി പോവേ ചെയ്യും. അതെ അതെ, ഇത് ചുരുളിയിലെ ലൂപ്പി പെട്ട പോലെ ഇപ്പം ഇത് വഴി കയറി ആ മല കയറി അങ്ങ് ചെന്ന് ആ ടോപ്പില് ശരിക്കും അവിടെ വഴി വന്ന് ഒറ്റയടി കയറാവുന്ന മലയായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും കേറി ഇനി ഇപ്പൊ എത്തി. താഴത്തോന്നുള്ള കാര്യത്തിൽ ഒരു വിഷയം. അപ്പൊ ഇനി നമുക്ക് പോവാം വീട്ടിലേക്ക് ഗമിക്കാം. പിന്നെ കൈലാസഗിരിക്കാലും വരുവാണെങ്കിൽ നമ്മുടെ ഈ മണ്ണിട്ട വഴി അവിടെ തുടങ്ങി ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ട്. ഇവിടെ ഒരു തൃശ്ശൂലം വെച്ചിട്ടുണ്ട്, ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അതിൽ റൈറ്റ് കിടക്കുന്ന വഴിയാണ് ഞങ്ങൾ പോയത്. ഈ വഴിയല്ല പോകേണ്ടത്, ലെഫ്റ്റിലുള്ള വഴിയാണ് പോകേണ്ടത്. ഇവിടെയാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റി. ഈ ലെഫ്റ്റിലുള്ള വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇറങ്ങി വന്ന വഴിയില്ലേ ആ വഴി വരാം. ഇതാണ് ഒരു ചുരുളി സാധനം, ഇതുവഴി ആരും പോകരുത്. അല്ലെ ട്രക്ക് ചെയ്യാനൊക്കെ അതുപോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ വഴി വിട്ടു. ഓഫ് റോഡ് യാത്രകളും ട്രക്കിങ്ങും ഇഷ്ടമുള്ളവർ തീർച്ചയായും കണ്ടിട്ടുള്ള സ്ഥലമാണ് കൈലാസഗിരി. ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച കൈലാസഗിരിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരികെ നാട്ടിലേക്ക്.